இப்போ இங்கே இங்கேயா இப்போ அங்கேயா சரசு உனக்கு வல்ல ஆവശ്யம் இருக்கா ஏணி எல்லாம் போட்டு அந்த லைட் எல்லாம் போடுறதுக்கு அப்புறம் தீபாவளி அன்று விளக்கு கத்திக்காம எப்படி? ஆமாம் மசிலாத் அந்த சாய்ப்பு கேட்டேன் டஸ் கிறிஸ்மஸ் கம் இன் அக்டோபர் ஃபார் யூன்னு. அப்போ உங்களால் சொல்லக்கூடாதா? தீபாவளி இஸ் an Indian festival. When Lord Rama came back to this country, ஐயோ பார்த்து மெதுவா. Okay. When Lord Rama came back to this country, the whole country was lit up with lights. அப்பதானே நம்ம கல்ச்சர் என்னன்னு அவருக்கும் தெரியும். பொண்ணு தாயே யசோதே ரோட்டு கூட போன சாய்ப்பெல்லாம் இந்தியன் கல்ச்சர் படிப்பிக்க நான் யாரு? சுவாமி விவேகானந்தனா? என்னங்க நம்ம இந்தியா போகிறது என்ன ஆச்சு? ஓ பாப்போம். அல்ல இந்தியாவில் ஆயிருந்தான் இந்த மாதிரி கால் ஒடிஞ்சு கிடக்க வேண்டாமா? இனி 2 வாரம் வீட்டு வேலை எப்படி செய்யறதுன்னு யோசிச்சு பார்க்குறேன். சரசு உன்னோட കാലും ഇന്ത്യയും തമ്മിൽ என்ன சம்பந்தம்? ശരി കുറച്ച് നാളായിട്ട് ഞാനും വിചാരിക്കുന്നു നമുക്കൊരു സെർവൻറ്റിനെ വെച്ചാലോ എന്ന്. 2 നാൾ വന്ന് ക്ലീനിങ് ആവത് പണിയിട്ട് പോனால் உன்னோட ஸ்ட்ரெஸ் அவ்வளோ குறைஞ்சு கிட்டும். லெட் அஸ் see நான் ஹாஸ்பிட்டலில் சொல்லி வச்சிருக்கேன் பாப்போம். இல்லை வேணாம் அதெல்லாம் தேவையில்லை. ഇവിടുത്തെ കാരെല്ലാം ക്ലീൻ பண்ண எனக்கு பிடிக்காது. നീ ആരെയും പിടിക്കുന്ന വെച്ച് വറി ചെയ്യണ്ട. ലെറ്റ് മീ വറി അബൌട്ട് ഇറ്റ് ആൻഡ് യു ഗെറ്റ് ഗുഡ് റെസ്റ്റ്. சொன்னாலும் புரிய மாட்டேன்னா എൻ്റെ തൊട്ട് വീടായിരുന്നു, ഒറ്റമതി. സ്കൂളിലും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. എൻ്റെ ക്ലാസ്സിനേക്കാൾ 2 ക്ലാസ് താഴെയായിരുന്നു. തൃപ്രയാർ എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയപ്പോൾ അവരെല്ലാവരും കൂടി തൃശ്ശൂർ പോയി. ഇപ്പോൾ കഴിഞ്ഞ ജനുവരിയിൽ 5 വർഷമായി. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കും, എന്നെയും അമ്മൂനെയും കൂടി തൽക്കാലം ഒന്ന് പിരിക്കാൻ വേണ്ടിയിട്ടാണോ ശ്രീധരേട്ടൻ ഈ പണി ചെയ്തതെന്ന്. അല്ല, അത് ശ്രീധരേട്ടനെ കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ. ശ്രീകൃഷ്ണപുരത്തുനിന്ന് ആരെ രക്ഷപ്പെട്ടിട്ടില്ല. ആരേ ശ്രീധരേട്ടൻ? അമ്മൂൻ്റെ അച്ഛൻ പുത്തമ്മണക്കാരെന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെയാണ്. 2 കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദുബായിലെ പഴംപുരാണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് വൈകുന്നേരം കഴിഞ്ഞാൽ പുള്ളിയുടെ വീടിൻ്റെ മുന്നിലൂടെ ആരും പോവില്ല. അത് ശരി. അപ്പം ഈ പറഞ്ഞ ശ്രീധരേട്ടനാണ് കഥയിലെ വില്ലൻ. ഏയ് വില്ലൻ എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഒരു ഉടക്ക് പാർട്ടിയാണ്, അത്രേ ഉള്ളൂ. അവർക്ക് ഈ കഥകളി എന്നൊക്കെ പറയുന്നത് ഭയങ്കര കലിയാണ്. പക്ഷേ അമ്മൂന് അങ്ങനെയല്ല കേട്ടോ. ഭയങ്കര രസമായിട്ട് ഭരതനാട്യം കളിക്കും. കലാമണ്ഡലത്തിൽ അഡ്മിഷനൊക്കെ കിട്ടിയതാ. പക്ഷെ മൂപ്പർക്ക് അത് അത്ര അങ്ങോട്ട് താല്പര്യമില്ല. എൻ്റെ മോള് മറ്റുള്ളവരുടെ മുമ്പിൽ കിടന്ന് തുള്ളി കാശ് ഉണ്ടാക്കണ്ട എന്നൊക്കെ പറയണേ. പിന്നെ 3-4 ലക്ഷം രൂപ കൊടുത്തിട്ടാ എഞ്ചിനീയറിംഗ് കോളേജിൽ സീറ്റ് മേടിച്ചത്. എടോ, അത് പുള്ളിക്കാരൻ ചെയ്തതാ കറക്റ്റ്. എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാൻ അതാ നല്ലത്. എൻ്റെ സിജുവേട്ടാ, കേരളത്തിൽ എഞ്ചിനീയർമാരും ഡോക്ടർമാരും തട്ടിട്ട് തന്നെ നടക്കാൻ വയ്യ. ശ്രീകൃഷ്ണപുരത്ത് തന്നെ ഉണ്ട് ഒരു 10-500 എഞ്ചിനീയർമാർ, ഒരു ജോലിയും കൂലല്ലാതെ തേരാപ്പാര നടക്കുന്നവർ. അങ്ങനെ നോക്കുമ്പോൾ കഥകളി തന്നെ നല്ലത്. മസാജിന് കിടക്കുന്ന സായിപ്പന്മാരുടെ മുമ്പിൽ വന്ന് തുള്ളേണ്ടി വന്നാലും കഞ്ഞി കുടിച്ച് പോകാമല്ലോ. എന്നാൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞൊരു പെങ്കൊച്ചനെ അങ്ങനെ നിനക്ക് കെട്ടിച്ചേരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഭയങ്കര രസമാട്ടോ. ഒരു ദിവസം പുള്ളി 1-2 അടിച്ചിട്ട് എൻ്റെ അടുത്ത് പറയാ, എനിക്ക് ദുബായിക്കാരന് കൊടുക്കാനാണ് ആഗ്രഹം എന്നൊക്കെ. അതല്ല ഞാനിവിടെ കിടന്ന് ഈ പെടാപ്പാട് വരണേ. എന്തൊക്കെ വന്നാലും ദുബായിനേക്കാൾ 2 പടി മേളിലല്ലേ ഇംഗ്ലണ്ട്. ഒന്നിനെങ്കിലും കുറച്ച് നാൾ നമ്മളെ ഭരിച്ചിരുന്നവരല്ലേ ഈ സായിപ്പന്മാർ. താനതങ്ങ് ഫിനിഷ് ചെയ്തു. കള്ള് കളഞ്ഞ പാവം കിട്ടും. നാട്ടിൽ എത്ര പേരാ ഒരു തുള്ളി കള്ളിന് പൊരിവെയിലത്ത് നിൽക്കുന്നതെന്നറിയോ? എല്ലാം ശരിയാവും. നിനക്കൊന്നും വേണം ഉറപ്പാണോ? ഇല്ലടാ, ഞാൻ ഇറങ്ങട്ടെ, ഇപ്പോഴേ ലേറ്റായി. ഓക്കെ. Can I get what she's drinking, please? പറഞ്ഞു തീരുന്നില്ല, വിളി വന്നു. ഹലോ, ഗൗരി. ഇല്ല, ഞാൻ സിബിനെ ഒന്ന് കാണാൻ വന്നതാ. ഞാൻ ഇറങ്ങിയായി. ഓക്കെ, ശരി.
എൻ്റെ കാര്യം കട്ട പപ്പ. യു ആർ ഓൺ എ ലീഷ് മാൻ. ഒന്നും പറയണ്ട. അല്ല, അവളും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലടാ. രാവിലെ മുതൽ ഒറ്റയ്ക്കല്ലേ പാവം. എന്നാ നീ വിട്ടോ. ഇനി ഞാനായിട്ട് ഇതിനെ ലേറ്റ് ആക്കണം. ഞാൻ അവളെ ഒന്ന് മുട്ടി നോക്കട്ടെ. മുട്ട വീണ് തുറക്കപ്പെടുമെന്നാണല്ലോ നമ്മുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ശരി എന്നാ. ഓക്കെ. ശരിടാ. Would you let me take your picture for a beer? Want a picture of me? Yeah. May I ask you why? I just want to show Santa what I want for this Christmas. You're drunk. No, I am not. I am just intoxicated by you. You're good. ഈ പ്രേമത്തെക്കുറിച്ച് ഏറ്റവും സുന്ദരമായി എഴുതിയത് ബഷീറാവാം. സാക്ഷാൽ വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീറിൻ്റെ സാറാമ്മ പറയുന്നുണ്ട്, ചപ്ലാച്ച് സാധനമാണ് ഈ പ്രേമം എന്ന്. സത്യം, ഞാൻ ഈയിടെ എണീക്കുന്നത് തന്നെ നിനക്ക് എന്തെഴുതണം എന്ന് ഓർത്തിട്ടാ. എഴുതി വരുമ്പോൾ എല്ലാം സാറാമ്മ പറഞ്ഞ ആ ചപ്ലാച്ച് സാധനം. ഇല്ലില്ല, ഞാനത് അയക്കണില്ലേ. എന്നിട്ട് വേണം നിനക്കത് വായിച്ച് ചിരിക്കാൻ. ഉള്ളതിൽ നല്ലത് വല്ലതും ഉണ്ടെങ്കിൽ ഞാനത് നേരിട്ട് കാണുമ്പോൾ മൂടിത്തരാം കേട്ടോ.